ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ ഏതാണ്? 2ാമത്തെ പാഠമായിട്ടുള്ള സംഖ്യകൾ കൂട്ടുകാർ എന്ന് പറയുന്ന ലെസൺ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എവിടെ മുതലാണ്? ഓക്കെ, പെൻസിലിൻ്റെ വില ഇത് മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പെൻസിലിൻ്റെ വില. മിൻഹയുടെ അച്ഛൻ കമ്പനിയിൽ നിന്നും അനയൊരു പെട്ടി പെൻസിൽ വാങ്ങി. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു പെട്ടി പെൻസിൽ വാങ്ങി. 300 രൂപയാണ് വില. പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 300 രൂപയാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തത്? അപ്പോൾ ഈ നോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഏത് രീതിയിലാവും മിൻഹയുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം എന്താ ഞാൻ കണക്കാക്കിയ രീതി. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒരു 200 രൂപയുടെ നോട്ടും ഒരു 100 രൂപയുടെ നോട്ടും. എന്താണ്? ഒരു 200 രൂപ പ്ലസ് ഒരു 100 രൂപയുടെ നോട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് 300 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് വേറൊരു രീതിയിൽ എന്താ, ഈ 100ൻ്റെ നോട്ട് 3 എണ്ണം വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും. 100 പ്ലസ് 100 പ്ലസ് 100 അങ്ങനെ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? 300. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി എന്താ, ഇനി 50 രൂപയുടെ നോട്ട് എത്ര 6 എണ്ണം വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത് എന്താ, ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടുകളും നാണയങ്ങളും ഓരോന്ന് വീതം ചേർന്നാൽ ആകെ എത്ര രൂപയാകും? അതായത് ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. 100 രൂപ ഉണ്ട്, പിന്നെ എന്താ 20 രൂപയുണ്ട്, പിന്നെ 50 രൂപയുണ്ട്, പിന്നെ 10 രൂപയുണ്ട്, പിന്നെ ഒരു 5 രൂപയുണ്ട്, പിന്നെ ഒരു 500ൻ്റെ ഒരു നോട്ടുണ്ട്, പിന്നെ ഒരു 2 രൂപ, 1 രൂപ. അപ്പോൾ ഇത്രയും പൈസകളാണ് ചിത്രത്തിലുള്ളത്. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 എണ്ണാലോ. 1 2 1 2 3 4 4 5 6 7 8 9. 1 2 3 4 5 6 7 8 എണ്ണുള്ളൂ. ഈ 200 നമ്മൾ എഴുതിയിട്ടില്ല. അത് നമ്മൾ 200 മേലെ എഴുതി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ കൂട്ടണം അല്ലേ? അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര രൂപ വരുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ, 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 8 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് 5 6 7 8 എന്ന് കിട്ടി. ദെൻ 5 6 7 8. ഓക്കെ, അപ്പോൾ 888 രൂപയാണ് ആകെയുള്ള രൂപ. എത്രയാണ്? ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടും കൂടി ചേർന്നാൽ 888 രൂപയാണ് ആവുക. ഈ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കാമോ? അപ്പോൾ എന്താണ് ഈ 880 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യണം? അബാക്കസിൽ വരയ്ക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 100 1 10 100 അപ്പോൾ 100ൻ്റെ അവിടെ ഏതാണ്? 8. അപ്പോൾ നമ്മൾ എന്താ 8 മണികൾ വരയ്ക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ, 100ൻ്റെ അവിടെ നമ്മൾ 8 വരച്ചു. ഇനി അടുത്തതിൽ എന്താ? അടുത്തതിലും 8. അപ്പോൾ നമ്മൾ 10ൻ്റെ അവിടെ 1 2 3 4 5 6 7 8 എണ്ണം വരച്ചു. ഞാൻ അടുത്തതിലും 8 എണ്ണമാണ്. അപ്പോൾ അടുത്തതിലും എത്ര എണ്ണം വരയ്ക്കുക? 8 എണ്ണം വരയ്ക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അബാക്കസിൽ 100ൻ്റെ സ്ഥലത്ത് എത്ര ഉണ്ട് നോക്കുക, 100ൻ്റെ അവിടെ വരയ്ക്കുക. ദെൻ 10ൻ്റെ അവിടെ എത്ര നോക്കുക, 10ൻ്റെ അവിടെ, 1ൻ്റെ അവിടെ നോക്കിയിട്ട് 1ൻ്റെ അവിടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കേണ്ടത്. ഓക്കെ,
ഇനി എന്താ 100, 10, 1. അബാക്കസിൽ ഏത് സംഖ്യയാണ്? 100ൻ്റെ അവിടെ 2ആണ്. ദെൻ അപ്പുറത്തേലോ 10ൻ്റെ അവിടെ 1, 2, 3, 4, 5, 6ആണ്. അപ്പം 2 എഴുതി നമ്മൾ, പിന്നെ 6 എഴുതി, പിന്നെ 1ൻ്റെ അവിടെ എത്രയാണ്? 1, 2, 3, 3ആണ്. അപ്പോൾ ഏതാണ്? 263. ഇനി അടുത്തയിലോ സംഖ്യ എത്രയാണ്? 1, 2, 3ആണ്. 10ൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 0 എഴുതണം. ദെൻ 1ൽ ഏതാണ്? 1ൽ 1ആണ്. അപ്പോൾ ഏതാണ്? 301ആണ്. ഈ ചിത്രത്തിൽ സംഖ്യ 764 ആകും വിധം മുത്തുകൾ വരയ്ക്കുക. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഇത് നമുക്ക് 764 ആക്കണം. അപ്പോൾ 764 ആക്കണമെങ്കിൽ ഇവിടെ 3 എണ്ണുണ്ട്. 3 കഴിഞ്ഞാൽ 4, 5, 6, 7. ഇപ്പോൾ 7ആയി. ഇനി അപ്പുറത്തെ എത്രയില്ല? 6 എണ്ണാക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുക 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ 6 എണ്ണായി. ഇനി അടുത്തതിൽ 4 എണ്ണമാണ്. 1 ഉണ്ട് ഇവിടെ. അപ്പോൾ 2, 3, 4. അപ്പോൾ ഇവിടെ 4 എണ്ണമായി. അപ്പോൾ ഇവിടെ എത്രയായി? ഇപ്പോൾ ഇത് 764ആയി. മുത്തുകൾ വരച്ച് ചേർത്ത് സംഖ്യ ഉണ്ടാക്കൂ, എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഖ്യ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താ ഒരു 123 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 123 വരുമ്പോൾ 100ൻ്റെ അവിടെ ഒരെണ്ണം, 10ൻ്റെ അവിടെ 2 എണ്ണം വരും, 1ൻ്റെ അവിടെ 1, 2, 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ എഴുതാം. ഓക്കെ, ഇവിടെ 123 ഞാൻ എടുത്തതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് പറ്റും. ഇനി എന്താ? ചെക്കിൽ എഴുതാം. മിൻഹയുടെ അച്ഛൻ്റെ കയ്യിലുള്ള ചെക്ക് നോക്കൂ. സംഖ്യ അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയത്. അത് അക്കത്തിൽ എഴുതൂ. അപ്പോൾ എന്താണ്? അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. എത്ര രൂപയാണ്? 1000 രൂപ. ഇനി നമ്മളത് അക്കത്തിൽ എഴുതണം. എങ്ങനെയാണ്? 1000. ഓക്കെ, ഇനി അടുത്തത് എന്താ? പട്ടിക പൂർത്തിയാക്കാനാണ്. 125. ഇതെത്രയാണ്? 125ആണ്. അപ്പോൾ ഇവിടെ ഇതായിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാരെ എഴുതാം. 125 എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി എത്ര? 405ആണ്. അപ്പോൾ 405 നമ്മൾ എങ്ങനെ എഴുതും? 4, 0, 5. 405. ഇനി 890. 8, 9, 0. ഇനി 342. 342. ഇനി അടുത്തത് ഏതാ? 617. അപ്പോൾ ഇവിടെ 617 എന്ന് എഴുതി കൊടുക്കുക. ദെൻ 550. 550. ഇതെത്രയാണ്? 261. അപ്പോൾ ഇവിടെ 261 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? ബാങ്കിൽ പണമടയ്ക്കൽ. അപ്പോൾ എന്താണ് അടുത്തത്? ബാങ്കിൽ പണമടയ്ക്കലാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണെന്ന്. ഓക്കെ, ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് നോക്കൂ. ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും അതിൽ എഴുതണം. മിൻഹയുടെ അച്ഛൻ 800 രൂപ അടയ്ക്കാൻ 6 നോട്ടുകളാണ് ബാങ്കിൽ കൊടുത്തത്. അപ്പോൾ 800 രൂപ അടയ്ക്കണം. അപ്പോൾ 800 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് മിൻഹയുടെ അച്ഛൻ എത്ര രൂപയുടെ നോട്ടാണ് കൊടുത്തത്? 6 എണ്ണം കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് 800 രൂപ അടക്കണം. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ നോട്ടുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് 6 നോട്ടുകൾ വേണം. 800 രൂപ ആവും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 200ൻ്റെ നോട്ട് എടുത്ത് നോക്കാം. പിന്നെയും ഒരു 200ൻ്റെ നോട്ട് എടുത്ത് നോക്കാം. പിന്നെ ഇപ്പോൾ 2 എണ്ണമായി. ഇനി ബാക്കിയൊക്കെ നമുക്ക് 100 എടുത്ത് നോക്കാം. ഇപ്പോൾ എത്ര? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 1, 2, 3, 4, 5, 6 നോട്ടുകളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 800 ആവുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ 0. സോറി, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 200, 200, 100, 100, 100,
100. ഇപ്പോൾ അത് 6 എണ്ണമായി. ഇനി നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. 0 0 2 4 5 6 7 8 എത്രയായി? 800 ആയല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും മിൻഹയുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതണം. 200ൻ്റെ എത്ര നോട്ടുകളാണ്? 200ൻ്റെ 2 നോട്ടുകൾ. അപ്പോൾ 200 ഇൻറ്റു ഇവിടെ എത്ര എഴുതണം? 2. അപ്പോൾ 200 ഇൻറ്റു 2 എത്രയാണ്? അപ്പോൾ നമുക്ക് 200 2 പ്രാവശ്യം ചെയ്തതാണ്. അതായത് 200 പ്ലസ് 200 എത്രയാണ്? 400 കിട്ടി. അപ്പോൾ നമ്മളിവിടെ എത്ര എഴുതി? 400. ഇനി എന്താ? 100ൻ്റെ എത്ര എണ്ണമാണ്? 4 എണ്ണം ഉണ്ട്. അതായത് 100 4 പ്രാവശ്യം ആഡ് ചെയ്യുക. അതായത് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 400 എന്ന് എഴുതാം. ദെൻ ആകെ എത്രയാണ്? 400 പ്ലസ് 400 ആണ്. 0 0 4 4 8 800 കിട്ടി. അപ്പോൾ ആകെ തുക 800. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ 6 നോട്ടുകളൊക്കെ ആക്കി ആദ്യം 100 എടുത്ത് വെക്കുക, 200 എടുത്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ. ഇനി അടുത്തത് എന്താ? നോട്ടുകളുടെ എണ്ണം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നോട്ടുകളുടെ എണ്ണമാണ്. എൻ്റെ കൈവശം 370 രൂപ ബാക്കിയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ 370 രൂപ ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം ഉണ്ടാകും? അപ്പോൾ എത്ര നോട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയണത്? തുകയ്ക്ക് തുല്യമായ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം. അതായത് 3 + 7 + 0 = 10 നോട്ടുകളായിരിക്കും അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇനി ഏതൊക്കെയാണ് ആ 10 നോട്ട് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 370 രൂപയാണല്ലേ. അപ്പോൾ ഇത് 10 വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? 3 100ൻ്റെ നോട്ടുകൾ. അപ്പോൾ എത്രയായി? 300 ആയി. 3 100ൻ്റെ നോട്ടുകൾ 300 അല്ലേ. ഇനി എന്താ? ബാക്കി 3 എണ്ണം കഴിഞ്ഞാൽ ഇനി 7 ആണ്. 7 10ൻ്റെ നോട്ടുകൾ. അപ്പോൾ എത്രയായി? 70 അപ്പോൾ 300 + 70 370. നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എങ്ങനെയാണ്? 3 എണ്ണമാണ്. ഇത് 3 ആണ് കേട്ടോ. 3 100ൻ്റെ നോട്ടും 7 10ൻ്റെ നോട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 300 + 70 = 370 എന്ന് കിട്ടും. ഇനി തുക 10. 109 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 1 + 0 + 9. 1 + 0 1, 1 + 9 10. ഇനി എന്താ? 118 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 1 + 1 + 8. 8 + 1 9. 9 + 1 എത്രയാണ്? 10. ഇനി അടുത്തത് മറ്റൊരു സംഖ്യ 127 ആണല്ലോ. 127 നോക്കാം. 1 + 2 + 7 ആണ്. 7 + 2 7 8 9. 9 + 1 10. അപ്പോൾ അതും നമുക്ക് തുക 10 കിട്ടും. ഇനി എന്താ? അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകൾ? അപ്പോൾ അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകളുണ്ട് 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇത് കൂട്ടുകാരെന്ത് ചെയ്യണം? 100 കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 101 എടുത്ത് നോക്കുക. എന്നിട്ട് 1 2 3 ആണ് കിട്ടുക. അപ്പോൾ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കി പോയാൽ നമുക്ക് ആദ്യം കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 109 ആയിരിക്കും. അത് കഴിഞ്ഞാലോ 118 കിട്ടും. ദെൻ 127 കിട്ടും. 136 145 154 163 172 181 190. അപ്പോൾ ഇത്രയും സംഖ്യകൾ. അപ്പോൾ ഇതെന്താ? 9 + 1 10 ആണ്. 8 1 8 9 10 10. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുക. അപ്പോൾ 100നും 200നും ഇടയിൽ ഈ കാണുന്ന സംഖ്യകളൊക്കെ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ഇതിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം.
1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്രയാണ്? 10 സംഖ്യകൾ. ഈ 200-ൻ്റെയും 300-ൻ്റെയും ഇടയിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി കൂട്ടുകാർ കണ്ടുപിടിച്ച് നോക്കുക. 200-ൻ്റെയും 300-ൻ്റെയും ഇടയിൽ നമുക്ക് ഇവിടെ എഴുതി നോക്കാം അല്ലേ. 200-ൻ്റെയും 300-ൻ്റെയും ഇടയിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 208 ദെൻ 217, 226, 235, 244, 253, 262, 271, 280. അപ്പോൾ ഇതൊക്കെ എന്താ? ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്? 1 2 3 4 5 6 7 8 9. ഇത് 9. അപ്പോൾ 300-നും 400-നും ഇടയിൽ എത്ര വരും? 8 എണ്ണം വരും. ഓരോന്ന് കുറഞ്ഞ് ഇനി 400-ൻ്റെയും 500-ൻ്റെയും ഇടയിൽ 7 എണ്ണം വരും. അങ്ങനെ ഓരോന്ന് കുറഞ്ഞിട്ടാണ് വരിക. ആകെ എത്ര? 3 സംഖ്യകൾ. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ ഇതുപോലെ ആകെ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ 3 സംഖ്യ 1000 100 മുതൽ 999 വരെയാണ്. അപ്പോൾ 100-ൽ 10 എണ്ണം, അങ്ങനെ അടുത്തതിൽ 9 8 ദെൻ 7 6 5 4 3 2 വരെ വരും. ഇതൊക്കെ കൂടി നമ്മൾ കൂട്ടി നോക്കുക. 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 ചെയ്താൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 54. അപ്പോൾ എത്രയാണ്? ആകെ 3 സംഖ്യകളിൽ 54 എണ്ണം വരുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താ? എൻ്റെ കൈവശം 100 രൂപ, 10 രൂപ നോട്ടുകൾ, 1 രൂപ നാണയങ്ങളും ചേർന്ന് 456 രൂപയുണ്ട്. ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാലാണ് 456 രൂപയാവുക? അപ്പോൾ എന്താണ്? 456 രൂപയാക്കണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എടുക്കാം? 4 100 രൂപ നോട്ട്. അപ്പോൾ എത്രയാണ്? 400. 5 10 രൂപ നോട്ട്. അപ്പോൾ എത്രയായി? അപ്പോൾ 50 ഇനി എന്താ? 1 രൂപ വേണമല്ലേ. അപ്പോൾ നമുക്ക് എന്താ? 6 1 രൂപ നോട്ട്. അപ്പോൾ എത്രയായി? 6 ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് 400 + 50 + 6 6 5 4 456 കിട്ടും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇങ്ങനെ 100 രൂപ 10 രൂപ 1 രൂപ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. എന്താണ്? 6 100 രൂപ 8 10 രൂപ. 6 100 രൂപ. അപ്പോൾ 6 100 രൂപ 8 10 രൂപ. അപ്പോൾ എത്രയായി? 6 100 രൂപ 8 10 രൂപ 5 രൂപ 5 1 രൂപ ചേർന്നാൽ ഇനിയുണ്ട് 5 1 രൂപ ചേർന്നാൽ എത്ര രൂപയാവും? 6 100 രൂപ 8 10 രൂപ ദെൻ 5 1 രൂപ. അപ്പോൾ എത്രയാകും? 685. 6 8 5. ഇനി എന്താ? 4 100 രൂപയും 9 1 രൂപയും. അപ്പോൾ 10ൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 10ൻ്റെ സ്ഥലത്ത് നമ്മൾ 0 ഇട്ടു. ദെൻ 1 രൂപയുടെ സ്ഥലത്ത് 9. അപ്പോൾ എത്രയാകും? 409 അഥവാ 409. ഓക്കെ. ഇനി അടുത്തത് എന്താ? 300 രൂപ. 300 രൂപ നമുക്ക് എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. 3 100 രൂപ ആക്കിയാൽ 3 100 രൂപ 100 + 100 300. ഇനി എങ്ങനെയൊക്കെ? 10 രൂപ എത്ര എണ്ണം വേണം? 10 രൂപ 30 10 രൂപ ചേർന്നാലാണ് 300 ആവുക. 20 രൂപ എത്ര? 15 20 രൂപ ചേർന്നാലാണ് 300 രൂപയാവുക. ഇനി 50 രൂപയാണെങ്കിലോ 6 50 രൂപ ചേർന്നാലാണ് 300 ആവുക. അപ്പോൾ കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി 5 രൂപയാണ്. 5 രൂപ 60 എണ്ണം ചേർന്നാലാണ് 300 രൂപയാവുക. ഇനി 1 രൂപ എത്ര എണ്ണം വെച്ചാലാണ് 300 ആവുക? എത്ര എണ്ണം വെക്കണം? 300 എണ്ണം വെക്കണം. 300 1 രൂപ ചേർന്നാലാണ് എത്രയാവുക? 300 രൂപയാവുക.
ഇനി എന്താ അടുത്തത്? കോർണർ PTA ആണ്. അച്ഛ വരുമ്പോൾ പഴം വാങ്ങണേ. നാളെ കോർണർ PTA നമ്മുടെ വീട്ടിലല്ലേ. അപ്പോൾ എന്താണ്, ഒരു കുട്ടി വിളിച്ച് പറയാണ്, വരുമ്പോൾ പഴം വാങ്ങാനായിട്ട് പറയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം. അച്ഛൻ കോർണർ PTAക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. അപ്പോൾ 6 കിലോഗ്രാം പഴം അച്ഛൻ വാങ്ങി. ഓക്കെ, 1 കിലോഗ്രാം പഴത്തിന് 1 കിലോഗ്രാമിന് എത്രയാണ്? 1 കിലോഗ്രാമിന് 50 രൂപയാണ് വില. 1 കിലോഗ്രാമിന് 50 രൂപയാണ്. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി മൂന്ന് തരം നോട്ടുകളാണ് തിരിച്ച് കിട്ടിയത്. ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ച് കിട്ടിയത്? അപ്പോൾ എന്താണ്, 1 കിലോന് 50 രൂപയാണ്. അപ്പോൾ 6 എത്രയായിരിക്കും? 50 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 50, 1 2 3 4 5 6 പ്രാവശ്യം 50. ഒരെണ്ണത്തിന് 50 രൂപയാണെങ്കിൽ 6 എത്രയായിരിക്കും? നമ്മൾ 6 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 5 5 10, 10 5 15, 15 5 20, 20 5 25, 25 5 30. അപ്പോൾ എത്രയാണ്? 6 കിലോഗ്രാം പഴത്തിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയാണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലേ. അച്ഛൻ കൊടുത്ത നോട്ട് എത്രയാണ്? 500 ആണ്. അപ്പോൾ ഇനി തിരിച്ച് ബാക്കി അച്ഛന് എത്ര കിട്ടണം? 500. എന്താ ഇവിടെ എഴുതാം, 500 ആണ് അച്ഛന് ചിലവായത്. പഴത്തിൻ്റെ വില 300 ആണ്. അപ്പോൾ ബാക്കി ഇനി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 500-ൽ നിന്ന് 300 കുറക്കണം. അപ്പോൾ നമുക്ക് കുറച്ചാൽ 0 0, 5-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 2 കിട്ടും. അപ്പോൾ 200 രൂപയാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ 200 രൂപ എങ്ങനെയാണ് തിരിച്ച് കിട്ടിയത്? 3 നോട്ടുകളായിട്ടാണ് ഇവിടെ പറയുന്നത്. 3 തരം നോട്ടുകൾ. അപ്പോൾ നോട്ട് എണ്ണം, അപ്പോൾ ഏതൊക്കെയായിരിക്കും നോട്ടുകൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 100 രൂപയുടെ നമുക്ക് ഒരെണ്ണം വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം 100-ൻ്റെ ഒരെണ്ണം വെച്ചു. ഇനി നമുക്ക് 50-ൻ്റെ ഒരെണ്ണം വയ്ക്കാം. അപ്പോൾ എത്രയായി? 50-ൻ്റെ ഒരെണ്ണം വെച്ചു. ഇനി നമുക്ക് എന്താ? ഇനി നമുക്ക് 3 തരം നോട്ടുകൾ വെക്കണം. ഒരു തരമാണെങ്കിൽ നമുക്ക് എന്താണ്, 100 തന്നെ 2 വട്ടം വെച്ചാൽ തന്നെ 200 ആയില്ലേ. ഇത് 3 തരം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് 10 രൂപ വയ്ക്കാം. അപ്പോൾ 10 രൂപയുടെ ഇതിപ്പോൾ 150 ആയിട്ടുള്ളത്. 200 ആവണം എന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വെക്കണം? 5 എണ്ണം വെക്കണം. 10-ൻ്റെ 5 നോട്ടുകൾ വെക്കണം. അപ്പോൾ 10-ൻ്റെ 5 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10-ൻ്റെ 5 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ 0 0 0, 5 5 10 ബാക്കി 1 എത്ര കിട്ടി? 200 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് 100 രൂപയുടെ നോട്ട് ഒരെണ്ണം, 50 രൂപയുടെ നോട്ട് ഒരെണ്ണം, 10-ൻ്റെ നോട്ട് 5 എണ്ണം. ഓക്കെ, ഇനി എന്താ? തിരിച്ച് കിട്ടിയത് 4 തരം നോട്ടുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 4 തരം നോട്ട്. അപ്പോൾ നമുക്ക് 100 രൂപയുടെ ഒരു നോട്ട് വയ്ക്കാം. അപ്പോൾ എത്രയായി? 100 ആയി. ഓക്കെ, ഇനി 50 രൂപയുടെ ഒരു നോട്ട് വയ്ക്കാം. അപ്പോൾ 150 ആയി. പിന്നെ എത്ര? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20 രൂപയുടെ 2 നോട്ട് വയ്ക്കാം. അപ്പോൾ 20 രൂപയുടെ 2 നോട്ട് പറഞ്ഞാൽ 20 + 20 40 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 10 രൂപയുടെ ഒരു നോട്ട് വയ്ക്കാം. അപ്പോൾ 10 രൂപ. അപ്പോൾ ലാസ്റ്റ് ടോട്ടൽ എത്രയായി? 200 കിട്ടി. അപ്പോൾ 200 രൂപയുടെ 4 തരം നോട്ടുകൾ ചോദിച്ചാൽ എങ്ങനെയാണ്? 100 രൂപയുടെ ഒരെണ്ണം, 50 രൂപയുടെ ഒരെണ്ണം, 20 രൂപയുടെ 2 എണ്ണം, 10 എണ്ണത്തിൻ്റെ ഒരെണ്ണം. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഡ്രാഗൺ. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. അപ്പോൾ മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്ക് അതിൽ കളിക്കാം. അപ്പോൾ ഒരു ഡ്രാഗൺ ഉണ്ട്. എന്താണ്? 898 99. അപ്പോൾ ഇനി ബാക്കി നമ്പേഴ്സ് എഴുതി പോകാനാണ്. സിമ്പിളാണ്. 898 899 കഴിഞ്ഞാൽ ഇതിൽ 900, 901, 902, 903. ഇതിൻ്റെ ഉള്ളിൽ വേണം കൂട്ടുകാരെ എഴുതാനായിട്ട്. 904, 905, 906, 907, 908,
909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. ഇനി അടുത്തത് എന്താ? വായിക്കൂ, സംഖ്യകൾ എഴുതൂ. അപ്പം ഏതാണ്? 899, 899, 899. ഇനി എത്ര? 900, 900. ഇനി എന്താ? 900. ഇനി എന്താ? 901, 901, 901. ഇനി എന്താ? 990, 990. ഇനി എന്താ? 995, 995. ഇനി എന്താ? 998, 998. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. ഇനി അടുത്തത് എന്താ? സഹോദരൻ്റെ സമ്മാനം. മിൻഹയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. അപ്പം മിൻഹയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. അതെന്താണ്? കേരളത്തിൻ്റെ നദികളെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പാണ് കൊടുത്തത്. അപ്പം നദിയുടെ പേരും അതിൻ്റെ നീളം, കിലോമീറ്ററിലുള്ള നീളം കൊടുത്തിട്ടുണ്ട്. ഇതിന് ആദ്യത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും നീളം കൂടിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 244. അപ്പോൾ ഇത് ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഇവിടെ പെരിയാറെന്ന് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണ്? ഏറ്റവും നീളം കുറഞ്ഞത്, ഇതിൽ ഏറ്റവും കുറവ് ഏതാണ് കൂട്ടുകാരെ? 16 അത് ഏതാണ്? മഞ്ചേശ്വരം പുഴ. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക. മഞ്ചേശ്വരം പുഴ. ഓക്കെ, ഇനി എന്താ? ചാലിയാറിനേക്കാൾ നീളം കൂടി എത്ര നദികളാണ് പട്ടികയിലുള്ളത്? അപ്പോൾ ചാലിയാർ ഏതാ? ഇതാണ് ചാലിയാർ. അപ്പോൾ ഇതിനേക്കാൾ നീളം കൂടിയത് ഇത് കൂടിയതാണ്. പിന്നെ ഏതെങ്കിലുമുണ്ടോ? പിന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും നദികളാണ് ചാലിയാറിനേക്കാൾ നീളം കൂടിയത്. നീളത്തിനനുസരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതും. അപ്പോൾ ഈ ടിക്കിട്ടതിൽ ഏറ്റവും വലുത് ഏതാ? ഇതിൽ ഏറ്റവും വലുത് പെരിയാറാണ്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ പെരിയാർ എഴുതി. പെരിയാർ കഴിഞ്ഞാൽ പിന്നെ ഏതാ? പിന്നെ ഏറ്റവും വലിയത് ഏതാ? ഇതിൽ ഭാരതപ്പുഴയാണ്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴ എഴുതി. ഭാരതപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഏതാ? പമ്പയാറാണ്. പമ്പയാർ എഴുതി. പിന്നെ പിന്നെ ഇതിൽ കുറഞ്ഞത് ഏതാ? പമ്പ കഴിഞ്ഞാൽ പിന്നെ ചാലിയാർ തന്നെ അല്ലേ? അപ്പം നമ്മൾ പിന്നെ ചാലിയാർ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതാ പറഞ്ഞതെന്ന് വെച്ചാൽ അതും അതിനേക്കാൾ വലുതും ഏതാന്ന് നോക്കുക. ദെൻ അതിൽ ഏറ്റവും വലുതനുസരിച്ച് പിന്നെ ചെറുതിലോട്ട് എഴുതി പോവുക. അപ്പം നീ ചെറുതിൽ നിന്ന് വലുതേക്ക് എഴുതാൻ പറഞ്ഞാലോ, അപ്പോൾ നമ്മൾ ചെറുത് നോക്കിയിട്ട് അങ്ങനെ എഴുതി പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ എടുക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ പ്രവർത്തനങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? പാറ്റേൺ പൂർത്തിയാക്കാം. അപ്പോൾ ആദ്യത്തേത് പാറ്റേൺ പൂർത്തിയാക്കാനാണ്. 1 1 2 2 3 3 3 4 4. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കും? 5 5 6 6. ഇനി 1 5 0 2 5 0 3 5 0. ആദ്യത്തെ നമ്പർ മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇനി എന്തായിരിക്കും? 4 5 0 ദെൻ 5 5 0. ഇനി 100 101 103 106. അപ്പം ഇനി അടുത്തത് ഏതൊക്കെയായിരിക്കും സംഖ്യകൾ വരിക? 110 115. ഇനി എന്താ? 9 9 0 9 8 0 9 7 0. സെൻട്രലിലത്തെ സംഖ്യ മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. 9 6 0 വരും, പിന്നെ 9 5 0 വരും. ഇനി എൻ്റെ വക 2 3 പാറ്റേൺസ് ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും?
2 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 ഇങ്ങനെ എഴുതാം ഒരു പാറ്റേൺ. ഇനി അടുത്ത പാറ്റേൺ നമുക്ക് 1 3 ദെൻ 5 കഴിഞ്ഞ് 5 എഴുതണ്ട. ദെൻ 1 കഴിഞ്ഞ് നമ്മൾ 2 എഴുതിയില്ല, 3 കഴിഞ്ഞ് 4 എഴുതാണ്ട് നമ്മൾ എന്ത് എഴുതണം? 5 എഴുതണം. 5 കഴിഞ്ഞ് 6 കഴിയാണ്ട് 7. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 2 4 6 8 ഇതൊരു പാറ്റേൺ ആണ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 160 170 180. അപ്പോൾ ഇതെന്താ? സെൻറ്ററിലെ സംഖ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏതിലൊക്കെ പാറ്റേൺ ഇവിടെ എഴുതി കൊടുക്കുക. ഞാൻ ആരെന്ന് പറയാമോ? അപ്പോൾ അടുത്തത് എന്താണ്? ഞാൻ 2 അക്ക സംഖ്യയാണ്. അപ്പോൾ 2 സ്ഥലം നമ്മൾ ഇട്ടു. 80 കൂടുതലാണ്, 80 കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കുറവുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. ദെൻ എന്താണ്? ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. അപ്പം അതെന്തായിരിക്കും? 89 ആയിരിക്കും. 8നേക്കാൾ 1 കൂടുതലല്ലേ 9. പക്ഷെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 80നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് 89 മാത്രമാണ് പറ്റുള്ളൂ. ഇനി അടുത്തത് എന്താ? ഒരു 3 അക്ക സംഖ്യയാണ്. 3 അക്ക സംഖ്യയാണ്. അക്കങ്ങളുടെ തുക 15ആണ്. അതായത് 3 കൂടി കൂട്ടിയാൽ നമുക്ക് 15 കിട്ടണം. ഇത് പ്ലസ് ഇത് എത്രയാണ്? 15. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് 100ാം സ്ഥാനത്തെ അക്കം. അപ്പോൾ എത്രയായിരിക്കും ആ അക്കം? ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 9 ആയിരിക്കും. 8 അല്ലേ? 8 എന്നല്ല പറയാം, 8 കുറവാണ്. അപ്പോൾ ഇവിടെ 1ഉം 8ഉം 9 മൈനസ് 1 ആണ് 8 വരിക. അപ്പം ഇനി ഇവിടെ എന്തായിരിക്കും? 9 + 1 10. 10 ഇനി 15 എത്താൻ 5ഉം കൂടെ കൂട്ടണം. അപ്പോൾ ഈ സെൻറ്ററിലത്തെ സംഖ്യ 15. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ പസിലുകൾ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തത് എന്താ? സ്കൂൾ സ്റ്റോർ. അപ്പോൾ നോക്കി നോക്കാം. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. മിൻഹ 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ 100 പെൻസിലുകളും ഒരു പാക്കറ്റിൽ 10 പെൻസിലുകളുമാണ് ഉള്ളത്. അപ്പോൾ മിൻഹ കൊടുത്തത് എത്ര? 7 പെട്ടി പെൻസിൽ. 7 പെട്ടി പെൻസിൽ പറഞ്ഞാൽ ഒരു പെട്ടിയിൽ എത്ര പെൻസിലാണ്? 100. അപ്പോൾ എത്ര? 700. ദെൻ പിന്നെന്താ? മിൻഹ 6 പെട്ടി പെൻസിലും 7 പെട്ടി പെൻസിലും 6 പാക്കറ്റ് പെൻസിലും ഒരു പാക്കറ്റിൽ 10 പെൻസിൽ. അപ്പോൾ 60. അപ്പോൾ മിൻഹ ടോട്ടൽ കൊടുത്തത് 760 പെൻസിലാണ്. ഓക്കെ. ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താൽ 950 ആകും? അപ്പോൾ 950 ആവേണ്ടത്. മിൻഹ കൊടുത്ത പെൻസിൽ 760 അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ 950 നിന്ന് 760 മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 ആവും. ഇവിടെ നിന്ന് കടമെടുക്കും. ഇവിടെ എത്രയാകും? 8 ആകും അല്ലേ? 6 കഴിഞ്ഞാൽ 7 8 9 10 11 12 13 14 15 9 7 190. ഓക്കെ. അപ്പോൾ എത്രയാണ്? 190 പെൻസിലും കൂടി ചേർന്നാലാണ് ഇനി 950 ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി എന്താ? അടുത്തത് എന്താ? 950 പെൻസിലുകൾ പെട്ടിയിലും പാക്കറ്റിലുമാണ് കൊടുത്തതെങ്കിലോ? പെട്ടികളുടെ എണ്ണം എത്ര ഉണ്ടാവും? 950 അപ്പോൾ 900 പെൻസിൽ. അപ്പോൾ 9 പെട്ടി. ദെൻ ബാക്കി ഇനി 50 പെൻസിലാണ്. അത് നമ്മൾ പാക്കറ്റിലാക്കും. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ്. അപ്പോൾ എത്രയാണ്? 5 പാക്കറ്റുകൾ. ഇനി എന്താണ്? ഇനി വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാകും. 301 401 501. പിന്നെ 601 വരും, 701 വരും. ആദ്യത്തെ സംഖ്യ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തേലും എന്താ? ആദ്യത്തെ സംഖ്യ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 299 399 499 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 599 699. ഈ 300 400 500 600 700. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.